പ്രിയപ്പെട്ടവരെ, 2026 ഏപ്രിൽ മാസം 14 തീയതിയാണ് ഇക്കൊല്ലത്തെ വിഷു വരുന്നത്. അതായത് 1201 മേടമാസം 1 തീയതി രാവിലെ 9:32 ചതയം നക്ഷത്രം 3-ാം പാദത്തിൽ മേടരവി സംക്രമം നടക്കുകയാണ്. മിഥുനക്കൂറുകാർക്ക് ഈ മേടരവി സംക്രമം എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. മകയിരം അര, തിരുവാതിര, പുണർതം മുക്കാല് ഇവ ചേർന്നതാണ് മിഥുനക്കൂറ് എന്ന് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം മേടമാസം തൊട്ട് അടുത്ത വർഷം വിഷു വരെയുള്ള കാലയളവിൽ എപ്രകാരമാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾക്ക് എന്ത് പരിഹാരം ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജ്യോതിഷ വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദ്ര മഠം. അപ്പോൾ വിഷു സംക്രമ ഫലം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മെച്ചപ്പെട്ട കാര്യങ്ങളെ സമ്മാനിക്കുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയും ആരോഗ്യ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയും എല്ലാം പെടുന്നതാണ്. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ പുതിയ നടപടിക്രമങ്ങളിലൂടെ നമുക്ക് ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ പറ്റും. സർക്കാർ തലത്തിലുള്ള ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പഠന പുരോഗതിയും കർമ്മകുശലതയും കൊണ്ട് തന്നെ നേട്ടങ്ങളെ കൈവരിക്കാൻ പറ്റുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ വരികയും ഒപ്പം തന്നെ എക്സസൈസിനും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾക്കും ഈ വർഷം വഴിവെക്കുന്നതാണ്. കുറെ കാലമായിട്ട് അമാന്തത്തിലിരുന്നതും എന്നാൽ വളരെ വേഗത്തിൽ നേടിയെടുക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ ഈ കൊല്ലം നമ്മൾ കൈവശപ്പെടുത്തുന്നതാണ്. വിവാഹാദി കാര്യങ്ങളിൽ നേരിയ തടസ്സം ഉണ്ടായി വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വാക്പ്രയോഗങ്ങളിൽ വളരെയധികം ജാഗ്രത കൊടുക്കേണ്ടതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതി കാണുന്നുണ്ട്. രോഗശമനത്തെ മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നന്നായിരിക്കും. ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങളും കൂടെ സ്വീകരിക്കുന്നത് ആരോഗ്യ രക്ഷയ്ക്ക് കൂടുതൽ ഗുണകരമാകും. ദീർഘകാലമായിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രം ദർശിക്കാൻ കഴിയുന്നതാണ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റം മുതലായവ പ്രതീക്ഷിക്കാവുന്നതാണ്. വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവങ്ങൾ കൊണ്ട് ബന്ധങ്ങളിൽ ചില വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ തിരികെ ലഭിക്കാനും ഈ കൊല്ലം കാരണം കാണുന്നുണ്ട്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ മേഖലയിൽ നിന്ന് മാറിയിട്ടുള്ള തൊഴിലുകൾ സിദ്ധിക്കുന്നതാണ്. കഴിവിന് അനുസരിച്ചിട്ടുള്ള അംഗീകാരം ലഭ്യമാകുന്നതാണ്. ഇമ്മ്യൂണിറ്റി സംബന്ധമായ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരും ജീവിതശൈലി രോഗങ്ങളുള്ളവരും ഈ കൊല്ലത്തിന്റെ മധ്യഭാഗം കഴിഞ്ഞ് കുറച്ചുകൂടി ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കേണ്ടതാണ്. പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുന്നതാണ്. കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. ചിട്ടി, ലോൺ മുതലായൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ്. തിരിച്ചടവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള വായ്പകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ടാക്സുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായി വരാൻ കാരണമുള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സ്ഥലം മേടിക്കാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. അനാവശ്യമായിട്ടുള്ള ബാധ്യതകൾ ഏറ്റെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ദേശം വിട്ടിട്ടുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങിക്കിട്ടുന്നതാണ്. പൊതുസ്ഥലത്ത് നമ്മൾ പറയുന്ന പൊങ്ങച്ചപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൂല്യത്തെ ഇടിക്കുന്നതിന് കാരണമായേക്കാം. കുടുംബത്തിനകത്ത് വാക്കുകളിൽ വളരെ നിയന്ത്രണം പാലിക്കണം. അനാവശ്യമായിട്ടുള്ള കോപം കൊണ്ട് ബന്ധങ്ങളിൽ തകരാറുകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. വിലപ്പെട്ട ചില വസ്തുക്കൾ കളഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുക. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നേട്ടമുണ്ടായി വരുന്നതാണ്. വയറുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുണ്ട്. 2026 തൊട്ട് ആരംഭിക്കുന്ന മേടകാലം 2027 വരെ തുടരുന്നതാണ്. ഈ കാലയളവിലുള്ള പൊതുഫലങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാം. അതിനു മുമ്പായി ഈ ചാനലിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ അറിവുകൾ എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നതാണ്. അതും തികച്ചും സൗജന്യമായിട്ടാണ്. ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക.
ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്കൊരു അറിവ് കിട്ടുക. എങ്കിൽ മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക. ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പ്രശ്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശിവക്ഷേത്രത്തിൽ കൂവളത്തിലകൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പ്രദോഷം തോറും നടത്തുക. ദേവീക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച ദിവസം പാലഭിഷേകം, നെയ്വിളക്ക് ഇവ നടത്തുക. കുടുംബക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. മഹാലക്ഷ്മി യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദന മഠം. നമസ്തേ.